ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനോജ് ജയിലിലായെന്ന് അറിഞ്ഞെത്തിയ ധനലക്ഷ്മിയുടെ അമ്മ മനോജിനെ കുറ്റപ്പെടുത്തിയും അവഹേളിച്ചും ഒക്കെ സംസാരിക്കുന്നത് കേട്ട് ധനലക്ഷ്മിയും പറയുകയാണ്, എനിക്കൊന്നും അറിയില്ലായിരുന്നു. പോലീസുകാരും മനോജേട്ടനെ ഇവിടെ വന്ന് കൊണ്ടുപോകുന്നത് വരെ എനിക്ക് ഒരു പിടിയുമില്ലായിരുന്നു. ആ ഏരണം കെട്ടവളുടെ കല്യാണത്തിന് വേണ്ടി തുണിയും പൈസയുമായിട്ട് വന്നപ്പോഴേ ഞാൻ ചോദിച്ചതാ, എവിടുന്നാ ഇത്രയും ക്യാഷ്? അപ്പൊ ഒന്നും എന്നോട് തെളിച്ചു പറഞ്ഞില്ല. ഇപ്പൊ കണ്ടില്ലേ, അനിയത്തിക്ക് വേണ്ടി കട്ടതിന്റെ പേരിൽ അകത്ത് കിടക്കുക. ആ കൺമണിക്കാണ് മനോജേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനം. ഞാനും മോനും ഒക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. മനോജേട്ടന് തങ്കം പോലത്തെ ആ ജോലി പോയതും ഈ കൺമണി കാരണം കൊണ്ടാ. എങ്കിലും അവൾക്കും ആ കിളവനും അയാളുടെ മനസ്സിൽ പൊന്നു വിലയാ. കല്യാണം ഉറപ്പിച്ച അന്ന് മുതൽ ആ കിളവനും പെണ്ണും ഏട്ടനെ വിളിക്കും. എന്നിട്ട് ഫോണും എടുത്ത് മാറി നിന്ന് കുശുകുശ സംസാരിക്കും. എന്തിനാണെന്നറിയോ? ആവലാദികൾ പറഞ്ഞ് ക്യാഷ് മേടിക്കാൻ. പിന്നെ അവിടെ ഏട്ടന്റെ പുന്നാര പെങ്ങളല്ലേ, ഏട്ടന് മുമ്പില് അവളുടെ ഒരു അയ്യോ ഭാവം കളിയുണ്ട്. അത് കാണുമ്പോഴേ എനിക്ക് കരി കയറും. അയ്യോ ഏട്ടാ, ഏട്ടൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞൊരു അഭിനയം. അത് കേൾക്കേണ്ട താമസം മനോജേട്ടൻ ഏത് വിധേനയും ക്യാഷ് ഒപ്പിക്കും. അമ്മ പറഞ്ഞതുപോലെ പലിശപ്പണി ഉണ്ടായിരുന്ന സമയം ആ കിളവനെയും പെണ്ണിനെയും വരച്ച് വരയിൽ നിർത്തിയിരുന്നതാ ഞാൻ. പക്ഷെ അവൾക്കൊരു ജോലി കിട്ടി, അങ്ങ് കൊമ്പത്ത്. പിന്നെ ആ ചെറുക്കനെയും കറക്കിയെടുത്തപ്പോ എന്റെ നേരെ അവള് ചാടാൻ തുടങ്ങി. ഇപ്പൊ തന്നെ മനോജേട്ടൻ ലോക്കപ്പിലായതിന്റെ ഒരു വിഷമവും അവൾക്കില്ല. എല്ലാം ഞാനും മോനും ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട അവസ്ഥയാ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ആരും ഇല്ലണ്ടായി. ഇതൊക്കെ കേൾക്കുന്ന ധനലക്ഷ്മിയുടെ അമ്മയും പറയുന്നത്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചു കാലം അവൻ ജയിലിൽ കിടക്കുന്നത് തന്നെയാ നല്ലത്. അപ്പൊ ചിലപ്പോ അവന്റെ ബോധം തെളിയും, അല്ലെങ്കിൽ നമുക്ക് തെളിയിക്കാം. അല്ല, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായ സ്ഥിതിക്ക് ഇനി ആ കല്യാണം നടക്കുമോ? ഇനി നടക്കുന്ന മട്ടൊന്നും ഇല്ലെന്നാണ് ധനലക്ഷ്മിയുടെ മറുപടി. നല്ല കാശുള്ള വീട്ടിലേക്കാണല്ലോ അവള് കെട്ടിക്കേറി പോകാൻ പോകുന്നതെന്ന് ഓർത്തപ്പോ ഞാൻ അവളോട് ഇത്തിരി അടുപ്പമൊക്കെ കാണിച്ചു. എന്റെ 51 പവനും കൊടുത്തു. ഞാൻ ഇത് കേൾക്കുന്നത് അമ്മ പറയുന്നുണ്ട്, നീ 51 പവന്റെ കണക്കൊന്നും എന്നോട് പറയണ്ട. അത് ഏത് തരത്തിലുള്ള സ്വർണ്ണാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. 51 പവൻ പോയിട്ട് നീ 50 പൈസ പോലും വെറുതെ കൊടുക്കില്ലെന്ന് എനിക്കറിയാം മോളെ. എന്നാൽ ധനലക്ഷ്മി പറയും, അമ്മ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ ഞാൻ ആ 51 പവന്റെ പേരും പറഞ്ഞ് ആ തന്തക്കിളവനെ ഒരു വഴിയാക്കും. ആ ആഭരണങ്ങൾ മുഴുവൻ വന്ന ഗുണ്ടകൾ കൊണ്ടുപോയതുകൊണ്ട് ആ പേരിൽ എനിക്കിനി അയാളോട് വില പേശാം. അത് നന്നായെന്നാണ് ധനലക്ഷ്മിയുടെ അമ്മയും അഭിപ്രായപ്പെടുന്നത്. തുടർന്ന് ശ്രീനിവാസൻ എവിടെ പോയെന്ന് അവര് ചോദിക്കുമ്പോൾ ആശുപത്രിയിൽ പോയിരിക്കുക. ആ ചെറുക്കൻ കൃഷിന്റെ അച്ഛനെ കണ്ട് സംസാരിക്കുക. എന്നാലും എനിക്ക് വയ്യമ്മേ, ഇവിടെ ഇപ്പൊ ഒന്നും എന്റെ വരുതിയിലല്ല. അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുന്ന ധനലക്ഷ്മിയോട്, നീ വിഷമിക്കേണ്ട മോളെ, എല്ലാം നമുക്ക് ശരിയാക്കാം. ഈ പ്രശ്നങ്ങൾക്ക് ഒരു തീർപ്പാക്കിയിട്ടേ ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് തിരിച്ച് ധനലക്ഷ്മിയുടെ അമ്മ. അതിനുശേഷം കാണിക്കുന്നത് ശ്രീനിവാസൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കൺമണിയോടും സുജാതയോടും ഒക്കെ ആയിട്ട് ചോദിക്കുകയാണ്, കൃഷ് സാറിന് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്. കൺമണിയാണ് മറുപടി കൊടുക്കുന്നത്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല സാറിന്, ഭേദമുണ്ടെന്ന്. സാഗറും അറിയിക്കുന്നുണ്ട് ശ്രീനിയെ കണ്ടപ്പോ. കൊണ്ടുവന്നപ്പോ മുതൽ ഈ നിമിഷം വരെ നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു കൃഷിന്. പിന്നെ ഡോക്ടേഴ്സ് ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ബ്ലീഡിംഗ് ഒന്ന് കുറഞ്ഞതെന്ന്. അത് കേൾക്കുമ്പോൾ ശ്രീനിക്കും ആശ്വാസമായി. തുടർന്ന് സാഗർ പറയുന്നുണ്ട്, ഈ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാതിരുന്നെങ്കിൽ ഈ നിമിഷങ്ങളെല്ലാം സന്തോഷത്തിന്റെ നിമിഷങ്ങളാകുമായിരുന്നേനെ. പിന്നെ മനോജിന്റെ കാര്യത്തിൽ തന്നെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ശ്രീനി. ഒരച്ഛന്റെ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ശ്രീനി പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ നിശ്ചയമായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഇത്രയധികം അനർത്ഥങ്ങൾ വന്നു ചേരൂ. സത്യത്തിൽ എങ്ങനെ ഇങ്ങോട്ടേക്ക് വരും, നിങ്ങളോട് എന്ത് പറയും എന്നൊരു പേടി എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം ഞങ്ങളാണല്ലോ. കഴിഞ്ഞ ദിവസം നടന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വേദനയും നാണക്കേടും ഉണ്ടാക്കിയെന്ന് ഞങ്ങൾക്കറിയാം. ഒരുപാട് അന്തരം ഉണ്ടായിട്ടും എന്റെ മോളെ സ്വന്തം കുടുംബത്തിലേക്ക് മരുമകളാക്കാൻ മനസ്സ് കാണിച്ചവരാണ് നിങ്ങളെല്ലാവരും. എന്നിട്ടും ഞങ്ങൾ കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധമുണ്ട്. അതോർത്ത് മനോജിനും നല്ല വിഷമമുണ്ട്. മാപ്പ് പറയാൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതാ. എന്റെ മോളെ ഓർത്തെങ്കിലും ഞങ്ങളോട് ക്ഷമിക്കണം സാർ. ശ്രീനിയുടെ മാപ്പ് പറച്ചിലെല്ലാം കേട്ട് സാഗർ ചോദിക്കുന്നത്, എന്താണോ ശ്രീനി ഇത്, എന്തിനാ ഇത്രയും വലിയ വാക്കുകളൊക്കെ പറയും? ആർക്കാണ് തെറ്റ് പറ്റാത്തത്? അങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ തന്നെ അതിന്റെ സാഹചര്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമല്ലോ. നമ്മളെല്ലാവരും മനുഷ്യരല്ലേടോ. ഇത് കേട്ട ശ്രീനിവാസൻ ചോദിക്കും, ഈ അവസരത്തില് എനിക്ക് പറയാമോ എന്നറിയില്ല, എങ്കിലും കൃഷിന് സുഖമായി തുടങ്ങി എന്നറിഞ്ഞതോട് ചോദിക്കുക. കുട്ടികളുടെ കല്യാണക്കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോഴേക്കും സാഗർ അങ്ങോട്ട് ചോദിക്കുകയാണ് ശ്രീനിയോടായിട്ട്, കഴിഞ്ഞ ദിവസം നടന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുമെന്നാണോ ശ്രീനിവാസൻ കരുതിയതെന്ന്? അതൊന്നുമില്ല, എങ്കിലും ചെറിയൊരു ആശങ്ക എന്ന് ശ്രീനി പറയുന്നത് കേട്ട്, അവര് പരസ്പരം ഇഷ്ടപ്പെട്ട് അവര് തീരുമാനിച്ച അവരുടെ ജീവിതമല്ലേ, അതിന് നമ്മളെങ്ങനെ തടസ്സം പറയും? എന്തായാലും ഇതിനിടയിൽ കൺമണി, ഞാൻ സാറിന്റെ അടുത്തേക്ക് ഒന്ന് പോകട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണന്റെ അടുത്തേക്ക് പോവുകയാണ്. ശ്രീനിക്കും സാഗറിന്റെ വാക്കുകൾ കേട്ട ആശ്വാസമാകും. ശരിക്കും ഇന്നത്തെ ദിവസം ഇരുട്ടി വെളുത്തു കഴിഞ്ഞാൽ നാളെ അവരുടെ വിവാഹ മുഹൂർത്തമായിരുന്നു. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടതല്ലേ. ഓഡിറ്റോറിയത്തിലെ ഒരുക്കങ്ങൾ, സദ്യ, മറ്റു കാര്യങ്ങളെല്ലാം പാതി വഴിയിൽ നിൽക്കുകയെ. ഇന്ന് ഉച്ചയോടുകൂടി ക്ഷണിക്കപ്പെട്ട അതിഥികളും വന്നു തുടങ്ങും. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു തീരുമാനം എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ശ്രീനി. ഇങ്ങനെയെല്ലാം പറഞ്ഞത് കേട്ട് സാഗർ പറയുന്നുണ്ട്,
ശ്രീനിയുടെ അവസ്ഥ ഞാൻ ചിന്തിക്കാതിരുന്നില്ല. നാളെ വിവാഹ മുഹൂർത്തത്തിന് മുമ്പ് കൃഷിനെ ഡിസ്ചാർജ് ചെയ്യുമോ എന്നൊന്നും എനിക്കും അറിയില്ല. ഡോക്ടർ വരുമ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. പിന്നെ ശ്രീനി, താൻ പേടിക്കണ്ടടോ, നമുക്ക് ഉചിതമായിട്ടുള്ള തീരുമാനം തന്നെ എടുക്കാം. ശരിയെന്ന് പറയുന്നുണ്ട് ശ്രീനിവാസനും. അതിനുശേഷം കൺമണി കൃഷിന്റെ അരികിൽ എത്തുമ്പോൾ കൺമണിയോടായിട്ട് കൃഷി ചോദിക്കുകയാണ്, അമ്മ പോയോന്ന്. ഇല്ല, പുറത്തിരിപ്പുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ സർ, അവിടെ പുറത്തിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. സാഗർ സാറും എന്റെ അച്ഛനും കൂടെ നമ്മുടെ വിവാഹകാര്യം സംസാരിക്കുക. അവിടെ രണ്ട് അച്ഛന്മാര് കൂടി ചേർന്ന് കാര്യമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അമ്മയും പുറത്തുണ്ട്. അമ്മയ്ക്ക് നല്ല തലവേദനയാണെന്ന് പറഞ്ഞു. കൃഷി ചോദിക്കുകയാണ്, ചർച്ച ചെയ്ത് കൊളമാക്കുക. എന്നാൽ കൺമണി കൃഷിനെ അറിയിക്കും, അച്ഛൻ നല്ല ടെൻഷനില്ല. മൈലാഞ്ചി ചടങ്ങിനിടയിലുണ്ടായ പ്രശ്നങ്ങൾ, സാറിന്റെ അപകടം, മനോജേട്ടന്റെ പോലീസ് കേസ്, ഇതൊക്കെ കാരണം അച്ഛനാകെ തകർന്നു നിൽക്കുക. പക്ഷേ കൃഷി പറയും, എന്തിനാണോ ഇത്ര ടെൻഷൻ? ഞാനും തന്റെ അച്ഛനോട് സംസാരിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു നമ്മുടെ വിവാഹകാര്യത്തെ കുറിച്ച്. എടോ, ഞാനിപ്പോ ഓക്കെയാ. പിന്നെ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് ഉറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തിയ പോരെ? അങ്ങനെയായാൽ പിന്നെ ഈ പറയുന്ന പറച്ചിലും നാണക്കേടും ഒന്നും ഉണ്ടാവില്ലല്ലോ. അതറിയുന്ന കൺമണി കേൾക്കുമ്പോ സന്തോഷം തന്നെയാ. പക്ഷെ പൂർണ്ണമായും സുഖമായെന്ന് ഡോക്ടർമാരല്ലേ പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറും അത് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട് കൃഷും. പിന്നീട് ശ്രീനിയും സാഗറും എല്ലാം ഡോക്ടറെ വെയിറ്റ് ചെയ്തുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. ഡോക്ടർ വന്നപ്പോ കൃഷിന് എങ്ങനെയുണ്ടെന്ന് ആദ്യം ചോദിക്കുമ്പോൾ ഡോക്ടർ അറിയിക്കുന്നത് കൃഷിന് വേദന കുറവുണ്ട്, ബ്ലീഡിങ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇത് കേട്ട് സാഗർ, എനിക്ക് ഡോക്ടറോട് ഒരു കാര്യം പറയാനുണ്ട്. വന്നപ്പോഴുണ്ടായ കുഴപ്പങ്ങളൊന്നും അവനിപ്പോ ഇല്ലാന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ പിന്നെ ഡിസ്ചാർജ് ഉടനെ ഉണ്ടാവുമോ? ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്, ഞങ്ങൾക്ക് അല്പം ധൃതിയുണ്ട്. അവന്റെ വിവാഹമാണ് നാളെ. സാഹചര്യങ്ങളൊക്കെ ഡോക്ടർക്കും അറിയാലും. ആളുകളെയൊക്കെ വിളിച്ച് ആഘോഷമായി ഏർപ്പാടാക്കിയ വിവാഹമല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഓർത്തില്ല. ഉടനെ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളുടെ സാഹചര്യമല്ലേ എനിക്ക് മനസ്സിലാവും. കൃഷിനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ മുതലുണ്ടായ അവസ്ഥയിൽ നിന്നുമെല്ലാം കൃഷി റിക്കവർ ആയി കഴിഞ്ഞു. ഇപ്പൊ നൽകിയ മരുന്നിനോടും അയാളുടെ ബോഡി പോസിറ്റീവായിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ എല്ലാം ഭദ്രം. പക്ഷെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയിൽ ഒരു കല്യാണം എന്നൊക്കെ പറയുന്നത് അതൊരു റിസ്ക് ആണെന്ന് തന്നെ ഡോക്ടർ പറയുന്നുണ്ട്. അയാളുടെ ബോഡിയിലെ മുറിവിൽ നിന്നുണ്ടായ ബ്ലഡ് ലോസ് വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഇപ്പൊ കൃഷിന് വേണ്ടത് പ്രോപ്പർ മെഡിക്കേഷൻ ആണ്, പിന്നെ നല്ല വിശ്രമവും. ഒരു തീയതി നിശ്ചയിച്ചു പോയത് കൊണ്ടോ ആളുകളെ കല്യാണം വിളിച്ചത് കൊണ്ടോ ഇക്കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അയാളുടെ ആരോഗ്യമല്ലേ സാഗർ പ്രധാനം. മാരേജ് ക്യാൻ വെയിറ്റ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഡിസ്ചാർജ് പറ്റില്ല. ഞാനല്ല, ഒരു ഡോക്ടറും അതിന് സമ്മതിക്കില്ല. പിന്നെ കല്യാണത്തിന്റെ കാര്യം എന്റെ റിക്വസ്റ്റ് ആണിത്. ദയവായി ഇത്തരം ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ചിന്ത ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ പറഞ്ഞ് ഡോക്ടർ പോകുമ്പോൾ സാഗറിനും ശ്രീനിക്കും ഒക്കെ കടുത്ത നിരാശയാണ് ഉണ്ടാകുന്നത്. അപ്പോഴേക്കും ജയമോഹനും അവിടെ എത്തിയിരുന്നു. ഡോക്ടർ പറയുന്നതെല്ലാം ജയമോഹനും കേൾക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ശ്രീനി സാഗറിനോടായിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ഒന്നും അറിയില്ലെന്നാണ് സാഗർ പറയുന്നത്. ശ്രീനി പറയുന്നതിലും കാര്യമുണ്ട്, ഡോക്ടർ പറയുന്നതിലും കാര്യമുണ്ട്. ഞാൻ നോക്കിയിട്ട് ഒരു പോംവഴിയെ കാണുന്നുള്ളൂ. വിവാഹം നിശ്ചയ മുഹൂർത്തത്തിൽ തന്നെ നടക്കാൻ നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഒരു മാലയിടൽ ചടങ്ങ് നടത്തിയാലോ? പിന്നീടുള്ള കാര്യം ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് നോക്കാം. എന്നാൽ ഇതൊക്കെ കേട്ടു നിൽപ്പുണ്ടായിരുന്ന ജയമോഹൻ പറയുന്നത്, സാഗർ, തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണമെന്നാണ്. ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് ശരി. കല്യാണം എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ. ആരോഗ്യം സൂക്ഷിക്കുക എന്നുള്ളതല്ലേ ഇപ്പൊ പ്രധാനം. കൃഷി അവന്റെ ഹെൽത്ത് എല്ലാം വീണ്ടെടുത്ത് തിരിച്ചു വന്നതിന് ശേഷം നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് വിവാഹം ഭംഗിയായി ആഘോഷമാക്കി നടത്തുന്നതല്ലേ നല്ലത്. അല്ലാതെ അലിഗ ഡിസൈൻസിന്റെ MD-യുടെ വിവാഹം ഒരു ഹോസ്പിറ്റൽ മുറിയിൽ വെച്ചാണോ നടത്തേണ്ടത്? പുറത്തെറിഞ്ഞാൽ അത് എന്തൊരു നാണക്കേടായിരിക്കും. ജയമോഹൻ പറയുന്നതെല്ലാം കേട്ട് ശ്രീനി പറയുകയാണ്, സാർ, നാളെയാണ് വിവാഹ തീയതി. ഒരുക്കങ്ങൾ ഒരുവിധം തീരുകയും ചെയ്തു. ഇനിയിപ്പോ ഒന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഇനിയിപ്പോ എന്താ, ആ വിവാഹം 4-5 ദിവസത്തേക്ക് മാറ്റി വെക്കണം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ എന്റെ ശ്രീനിവാസ, ഒരു കല്യാണത്തിന്റെ ശരിക്കുള്ള ഒരുക്കം എന്താ? ആരോഗ്യമുള്ള വരനും വധുവും അതുണ്ടോ ഇവിടെ? അതില്ലാതെ പിന്നെ എന്ത് കല്യാണം? അപ്പോഴും ശ്രീനിവാസൻ ആടുകളെയൊക്കെ വിളിച്ചു പോയില്ലേ എന്ന് പറയുന്നത് കേട്ട് അതുകൊണ്ട് ഇപ്പൊ എന്താ, ഭാഗ്യം കൊണ്ടാണ് കൃഷ്ണന് ജീവൻ നഷ്ടപ്പെടാതിരുന്നു. ഇല്ലായിരുന്നെങ്കിലോ അപ്പൊ ഈ കല്യാണം നിങ്ങൾ എങ്ങനെ നടത്തുമായിരുന്നു? നോക്ക് സാഗർ, ശ്രീനിവാസൻ എന്തും പറയും, അതിന് ഞാൻ കുറ്റം പറയില്ല. സാഹചര്യം അങ്ങനെയാണ്. കടമൊക്കെ വാങ്ങി നടത്തുന്ന കല്യാണം തന്നെ സങ്കടം ഉണ്ടാവും. പക്ഷേ ശ്രീനിവാസൻ ഒന്ന് ഓർത്തു നോക്ക്, മൈലാഞ്ചി ചടങ്ങിൽ എന്തൊക്കെയാ ഉണ്ടായത്? അത് കാരണമല്ലേ കൃഷ്ണന് ഈ അവസ്ഥ ഉണ്ടായത്. പോരാത്തതിന് ശ്രീനിവാസന്റെ മകൻ ജയിലുമല്ലേ. ഈ നാണക്കേടൊക്കെ മറക്കാനും ഇപ്പൊ കല്യാണം നടത്താനുമാണ് ശ്രീനിവാസൻ അത്യാവശ്യമുള്ള കാര്യം. പക്ഷെ ഓഫീസിലും സാഗറിന്റെയും എന്റെയും ഫ്രണ്ട് സർക്കിളിലും ഒക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞ ആളുകൾ കളിയാക്കി ചിരിക്കുന്നുണ്ട്. വിവാഹത്തിനുണ്ടായ നഷ്ടത്തിന്റെ കണക്കില് സാഗറിന് ശ്രീനിയെ സഹായിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജയമോഹൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും കൃഷ്ണന്റെയും കൺമണിയുടെയും വിവാഹം കാണാൻ ഏറെ ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയിൽ വെച്ചാണെങ്കിലും ആ താലികെട്ട് നടക്കണമെന്ന് സാഗർ തുറന്നു പറയുമ്പോൾ സാഗറിനോട് എന്തൊരു മണ്ടത്തരമാണ് ഇതെന്നൊക്കെയാണ് ജയമോഹൻ പറയുന്നത്. ഇത്തരത്തിലൊരു കല്യാണം നടത്തി നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റൂ? ഇപ്പൊ നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇരട്ടിയാവില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ശ്രീനിവാസന് തിടക്കം ഉണ്ടാവും, അതൊരു കുറ്റവുമല്ല. പക്ഷെ എല്ലാവർക്കും അവരവരുടെ നിലയും വിലയും ഉണ്ടാവും. മാത്രമല്ല
അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ സാഗറിന്റെ അന്തസ്സിന്, കൃഷിന്റെ ആരോഗ്യത്തിന്? തൽക്കാലം കല്യാണത്തിന്റെ കാര്യം ഒന്ന് മാറ്റാം. അങ്ങനെ മാറ്റിയാൽ നേരത്തെ പറഞ്ഞ ചില നാടകേടുകൾ ആളുകൾക്ക് മറക്കാനുള്ള സാവകാശവും കിട്ടും. ഞാനിതെല്ലാം വരുംവരായികൾ ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ. അവസാന തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇതൊക്കെ കേട്ട് സാഗർ പറയുന്നത് അന്തസ്സിന്റെയോ പണച്ചെലവിന്റെയോ കാര്യമല്ല, കൃഷിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്നാണ്. ശേഷം സാഗർ സുജാതയോടായിട്ട് ചോദിക്കുകയാണ് തന്റെ അഭിപ്രായം എന്താണെന്ന്. തന്റെ മോന്റെ കല്യാണക്കാര്യത്തെക്കുറിച്ചല്ലേ സംസാരിക്കുന്നത്, തനിക്കൊന്നും പറയാനില്ലേ എന്ന് തിരക്കുന്നതും. എനിക്കൊന്നും പറയാനില്ല സാഗർ. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് സുജാത അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ സാഗർ പിന്നെയും സുജാതയുടെ അടുത്ത് ചെന്നിട്ട്, എടോ തന്നോടാണ് ചോദിക്കുന്നത്, നമ്മുടെ മോന്റെ കല്യാണക്കാര്യത്തില് ഒരു തീരുമാനം പറയും. സുജാത അപ്പോഴും എനിക്കൊന്നും പറയാനില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് കേട്ട് സാഗർ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, താൻ എന്തെങ്കിലും ഒന്ന് പറയും. അപ്പൊ സുജാതയും പറയുന്നത് ഇങ്ങനെയാണ്, ജയമോഹൻ പറയുന്നത് തന്നെയാണ് ശരിയെന്നാണ് എനിക്കും തോന്നുന്നത്. വിവാഹം കുറച്ചു നാളത്തേക്ക് മാറ്റിവെക്കാം. ഏതായാലും വിവാഹം മാറ്റിവെക്കാമെന്ന സുജാതയുടെ തീരുമാനത്തിന് മുന്നിൽ മറുവാക്കുകളില്ലാതെ എല്ലാവരും തളർന്നു പോവുകയാണ്. ആ താലികെട്ട് കാണാൻ കൊതിച്ചിരുന്ന ശ്രീനിവാസനും സാഗറും ഒരുപോലെ നിരാശരായി നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് അവിടെ കണ്ടത്. കൺമണി അപ്പോഴേക്കും ഐസിയുവിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. അമ്മ പോയെന്ന കൺമണിയുടെ ചോദ്യത്തിന് പോയെന്ന് സാഗർ മറുപടി നൽകുമ്പോൾ, അമ്മ എന്നോട് പറയാതെയാണോ പോയതെന്ന സങ്കടം കൺമണിയുടെ വാക്കുകളിൽ നിറയുകയാണ്. പിന്നീട് ശ്രീനിവാസനും സങ്കടത്തോടെ അവിടെ നിന്നും യാത്ര പറഞ്ഞു പിരിയിപ്പോൾ ശ്രീനിയുടെയും സാഗറിന്റെയും ഒക്കെ മുഖത്തെ ആ വിഷമം കണ്ട് കൺമണിയുടെ ഉള്ളിൽ എന്തോ ഒരു പന്തികേട് തോന്നി തുടങ്ങുകയാണ്. മറുഭാഗത്ത് ജയമോഹൻ പോയിട്ട് വിവരങ്ങളൊന്നും അറിയാത്തതിന്റെ പരിഭ്രമത്തിലും നിരാശയിലുമാണ് മാനസ ഇരിക്കുന്നത്. മാനസയുടെ ടെൻഷൻ കണ്ട് ഹേമ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ മോളെ, അച്ഛൻ വിളിച്ചോളും. ഇനിയിപ്പോ അത്രയ്ക്ക് ടെൻഷൻ ആണെങ്കിൽ നീ ഒന്ന് അച്ഛനെ വിളിച്ചു നോക്കാൻ പറഞ്ഞതും, വേണ്ട അച്ഛന്റെ ഒപ്പം ആരൊക്കെയുണ്ട്, എന്താണ് സിറ്റുവേഷൻ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഇനി അവരെങ്ങാനും കല്യാണം തീരുമാനിച്ചു കാണുമോ, അച്ഛൻ അത് പറയാൻ മടിച്ചിട്ട് വിളിക്കാത്തതാണെങ്കിലും അച്ഛൻ എത്തുന്നതിന് മുമ്പേ തീരുമാനമായെങ്കിലും എന്നൊക്കെ മാനസ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ജയമോഹന്റെ കോള് കിട്ടുന്നത്. മോശം വാർത്തയാകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് മാനസ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. കാര്യങ്ങൾ എന്തായെന്ന് മാനസ ചോദിക്കുന്നതും നമ്മൾ പേടിച്ചതുപോലെ തന്നെ ശ്രീനിവാസൻ വന്നിട്ട് വിവാഹകാര്യം പറഞ്ഞു. ഇനി അടുത്ത കുറച്ച് നാളുകൾക്ക് കൃഷ് കൺമണി വിവാഹം നടക്കില്ലെന്ന് ജയമോഹൻ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും മാനസയ്ക്കും ഹേമയ്ക്കും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം.